Hi all, welcome to Sapphire Future Academy Board Booster Series. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കാർബോക്സിലിക് ആസിഡിന്റെ നോമെൻക്ലേച്ചറും അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ട്രക്ചറും അതിന്റെ നേച്ചറും അതിന്റെ പ്രിപ്പറേഷനുമാണ് ഡിസ്കസ് ചെയ്ത്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. കെമിക്കൽ റിയാക്ഷൻസ് ആണ്. എന്തൊക്കെ കെമിക്കൽ റിയാക്ഷനുകളിലാണ് കാർബോക്സിലിക് ആസിഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലും കഴിഞ്ഞ ഇയറിലും കഴിഞ്ഞ ക്ലാസ്സുകളിലും ഒക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒന്നുകൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഏറ്റവും ആദ്യത്തേത് റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ക്ലീവേജ് ഓഫ് OH ബോണ്ട്. OH ബോണ്ടിന്റെ ക്ലീവേജ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് RC ഡബിൾ ബോണ്ട് OH എന്നാണ് നമ്മുടെ കാർബോക്സിലിക് ആസിഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ നേച്ചർ അല്ലെങ്കിൽ സ്ട്രക്ചർ. അതിൻ്റെ അകത്ത് OH ബോണ്ടിന്റെ ക്ലീവേജ് ആണ്. ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ടിന്റെ ക്ലീവേജ് വഴി ഉണ്ടാകുന്ന റിയാക്ഷനുകളാണ് ഈ ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത്. അസിഡിക് ക്യാരക്ടർ റിയാക്ഷൻസ്, അസിഡിക് ക്യാരക്ടറിനെ കുറിച്ചാണ് പറയുന്നത് ഏറ്റവും ആദ്യമായിട്ട്. അതിൻ്റെ അകത്ത് നമ്മൾ റിയാക്ഷൻ വിത്ത് മെറ്റൽസ്, റിയാക്ഷൻ വിത്ത് ആൽക്കലീസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ RCOOH അസിഡിക് ക്യാരക്ടറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതായത് കാർബോക്സിലിക് ആസിഡുകൾ അസിഡിക് ക്യാരക്ടർ ഉള്ളവയാണ്. ആസിഡ് എന്ന് പറഞ്ഞാൽ അതിന് അസിഡിക് ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള കുറച്ച് റിയാക്ഷനുകളാണ്. ഇനി എന്തുമാത്രം അസിഡിറ്റി ഇതിന് കൂടുതലുണ്ട്, എന്തൊക്കെ ഗ്രൂപ്പുകൾ വന്നാൽ അസിഡിറ്റി കൂട്ടുന്നു, എന്തൊക്കെ ഗ്രൂപ്പുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അസിഡിറ്റി കുറയ്ക്കുന്നു, അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഏറ്റവും ആദ്യം കാർബോക്സിലിക് ആസിഡ് സോഡിയമായിട്ട് റിയാക്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കാർബോക്സിലിക് ആസിഡ് റിയാക്ട് വിത്ത് സോഡിയം ടു ഗീവ് RCOONA+ ആൻഡ് H2. അതായത് ആസിഡുകൾ പൊതുവെ മെറ്റലിനോട് റിയാക്ട് ചെയ്താൽ എന്ത് തരുന്നുണ്ട്? സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും തരുന്നുണ്ട്. അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോഡിയം കാർബോക്സിലേറ്റ് എന്നാണ് ഈ ഗ്രൂപ്പിന്റെ പേര്, അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിന്റെ പേര്. ഇനി അതുപോലെ തന്നെ കാർബോക്സിലിക് ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് പോലുള്ള ആൽക്കലികളോട് റിയാക്ട് ചെയ്തിട്ട് സെയിം പ്രോഡക്റ്റ് തന്നെയാണ് RCONA+ ആൻഡ് വാട്ടർ. അപ്പം കാർബോക്സിലിക് ആസിഡ് മെറ്റലിനോട് റിയാക്ട് ചെയ്താല് സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടായി. അതുപോലെ കാർബോക്സിലിക് ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് പോലുള്ള ആൽക്കലികളോട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടായിട്ടുണ്ട്? സോൾട്ടും വാട്ടറും ഉണ്ടായി. ഇനി കാർബോക്സിലിക് ആസിഡ് ബൈകാർബണേറ്റുകളോട് റിയാക്ട് ചെയ്തിരിക്കുന്നു. സോഡിയം പൊതുവെ ആസിഡുകള് ബൈകാർബണേറ്റുകളോട് റിയാക്ട് ചെയ്താൽ സോൾട്ടും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാവുന്നുണ്ട്. അത് തന്നെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. സോൾട്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാർബോക്സിലിക് ആസിഡുകൾക്ക് എന്തുണ്ടെന്ന്, അസിഡിക് നേച്ചർ ഉണ്ടെന്ന് മനസ്സിലായി. എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയ ആസിഡ് ഒന്നും അല്ല കാർബോക്സിലിക് ആസിഡ്. അസിറ്റിക് ആസിഡ് ഒക്കെ വളരെ വീക്കായ ആസിഡാണ്. ഇനി കാർബോക്സിലിക് ആസിഡ് ഡിസോസിയേറ്റ്സ് ഇൻ വാട്ടർ ടു ഗിവ് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് കാർബോക്സിലേറ്റ് ആനയോൺ. കാർബോക്സിലിക് ആസിഡ് വാട്ടറിൽ ഇട്ടാല് റെസൊണൻസ് സ്റ്റെബിൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആയ സ്റ്റെബിലിറ്റിയുടെ കാര്യം പറഞ്ഞാണ്. ഇനി ഈ റിയാക്ഷനെ കാർബോക്സിലിക് ആസിഡ് വാട്ടറിൽ ഇട്ടുന്ന, അതായത് ഇതാണ് കാർബോക്സിലിക് ആസിഡ് വാട്ടറിൽ ഇട്ടാല് വെള്ളത്തിനോട് ചേർന്നിട്ട് RC ഡബിൾ ബോണ്ട് OH പ്ലസ് വാട്ടർ ഇവിടെ ചേർന്ന് എന്ത് കിട്ടും? RCOO- പ്ലസ് H2 H3O+ ഇങ്ങനെ കിട്ടുന്നു. അതായത് ഇവിടുന്ന് ഒരു H പോകുന്നു, അത് ഇതിനോട് ചേരുന്നു, അങ്ങനെ H3O+ ആയി, ബാക്കി RCO- ഉണ്ടായി. ഇനി അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതിയിരിക്കുന്നതാണ് ഈ കണ്ടിരിക്കുന്നത്. അതായത് പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ റിയാക്ടന്റ്. ഇക്വിലിബ്രിയം നമുക്കറിയാം, പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ റിയാക്ടന്റ്. പ്രൊഡക്റ്റ് ഏതൊക്കെയായിരുന്നു? ഇത് വാട്ടറിനോട് ചേരുമ്പോ RCONA RCO- പ്ലസ് H3O+. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ H3O+ അല്ലേ? അപ്പൊ H3O+ ഇൻറ്റു RCO- ഡിവൈഡ് ബൈ RCOH പ്ലസ് വാട്ടർ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് എന്താണ് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വീക്ക് ആസിഡിന്റെ Ka = H3O+ RCO- ഡിവൈഡ് ബൈ RCOH എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഇത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. K ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. അതുപോലെ Ka എന്ന് പറയുന്ന ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് ആണ്. ഇനി അതിനെ കുറിച്ചാണ് ഇവിടെ ബാക്കി പറഞ്ഞിരിക്കുന്നത്.
ഇനി കെ ഇക്വിലിബ്രിയം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇറ്റ് ഈസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് കെ ഈസ് ദ അസിഡിക് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. കെ ഈസ് ദ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആണെന്നറിയാം. ഇനി ഇത് നമ്മുടെ 11th സ്റ്റാൻഡേർഡിൽ ഇക്വിലിബ്രിയത്തിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പി കെ ഈക്വൽ ടു നെഗറ്റീവ് ലോഗരിതം ഓഫ് കെ. കെയുടെ നെഗറ്റീവ് ലോഗരിതം എടുത്താൽ അതെന്തായി? പി കെ ആയി. എച്ച് പ്ലസിന്റെ നെഗറ്റീവ് ലോഗരിതം എടുത്താൽ അതെന്തായി? പി എച്ച് ആയി. ഒ എച്ച് മൈനസിന്റെ നെഗറ്റീവ് ലോഗരിതം എടുത്താൽ എന്തായി? പി ഒ എച്ച് ആയി. അതുപോലെ നെഗറ്റീവ് ലോഗരിതം കെ എടുത്താൽ എന്തായി? പി കെ ആയി. കെ എന്താണ്? ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. അതിനെ നെഗറ്റീവ് ലോഗരിതം എടുത്തു, അപ്പൊ അത് പി കെ ആയി. ഇനി the pK of hydrochloric acid is -7, whereas the pK of trifluoroacetic acid, that is the strongest organic acid, അതൊരു trifluoroacetic acid ഒരു strongest organic acid ആണ്. അതുപോലെ ബെൻസോയിക് ആസിഡ്, അസറ്റിക് ആസിഡ്, അതിനെല്ലാത്തിനും പി കെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇനി പി കെ വാല്യൂ, പി കെയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആസിഡ് സ്ട്രോങ് ആണെങ്കിൽ കെ വാല്യൂ വലുതും പി കെ വാല്യൂ ചെറുതുമായിരിക്കും. അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു സ്ട്രോങ് ആയ ആസിഡ്, എന്നിട്ട് പോലും അതിന് -7 ആണ് പി കെ വാല്യൂ വന്നിരിക്കുന്നത്. കാരണം ബിക്കോസ് കെ വാല്യൂ അതിന്റെ ഹൈ ആണ്, കെ വാല്യൂ ഹൈ ആണ്, അതുകൊണ്ട് തന്നെ അതൊരു സ്ട്രോങ് ആസിഡ്. അപ്പൊ സ്ട്രോങ് ആസിഡുകൾക്ക് കെ വാല്യൂ വലുതും പി കെ വാല്യൂ ചെറുതുമായിരിക്കും. അപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു സ്ട്രോങ് ആയ ആസിഡ് ആയത് കാരണം അതിന്റെ പി കെ വാല്യൂ ചെറുതാണ്. പി കെ വാല്യൂ ചെറുതാണ്, കെ വാല്യൂ വലുത്, ദാറ്റ് ഈസ് എ സ്ട്രോങ് ആസിഡ്. ഇനി ഇതിന്റെയൊക്കെ പി കെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ പി കെ വാല്യൂ, ഏറ്റവും ചെറിയ പി കെ വാല്യൂ 0.23, അതായത് ട്രൈഫ്ലൂറോ അസറ്റിക് ആസിഡിന്റെ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് മൂന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അത് ബെൻസോയിക് ആസിഡും അസറ്റിക് ആസിഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രൈഫ്ലൂറോ അസറ്റിക് ആസിഡ് സ്ട്രോങ് ആയ ആസിഡ് ആണെന്ന് പറയാം. ഇനി ഇതിവിടെ എഴുതിയിട്ടുണ്ട്, സ്മോളർ ദ പി കെ സ്ട്രോങ്ങർ ദ ആസിഡ്. കാർബോക്സിലിക് ആസിഡ്സ് ആർ വീക്കർ ദാൻ മിനറൽ ആസിഡ്സ്. കാർബോക്സിലിക് ആസിഡ് മിനറൽ ആസിഡുകളായ സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് ഇവയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാർബോക്സിലിക് ആസിഡുകൾ പൊതുവെ വീക്കാണ്. ബട്ട് ദേ ആർ സ്ട്രോങ്ങർ ആസിഡ്സ് ദാൻ ആൽക്കഹോൾസ്. അതേസമയം ആൽക്കഹോളിനേക്കാൾ സ്ട്രോങ് ആയ ആസിഡാണ്. അതുപോലെ പിന്നെ പറഞ്ഞിരിക്കുന്ന കാർബോക്സിലേറ്റ് ആനയോൺ ഈസ് മോർ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ദാൻ ഫിനോക്സൈഡ് അയോൺ. ഫിനോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ബെൻസോയിക് ആസിഡ്, ഫിനോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാർബോക്സിലേറ്റ് ആനയോൺസ് എന്താണ് സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ കൂടുതൽ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് പ്രൊഡക്റ്റുകളൊക്കെ തരുന്നത് നമ്മുടെ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പുകളാണെന്ന് പറഞ്ഞു. ഇനി അസിഡിറ്റിയെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാർബോക്സിലിക് ആസിഡിനെ ഡിസ്കസ് ചെയ്യുന്നു. എഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ്. സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ എഫക്റ്റില് കാർബോക്സിലിക് ആസിഡിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡിന്റെ അസിഡിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അസിഡിറ്റി ഏറ്റവും കൂടുതൽ ആൽക്കഹോള്, ഫിനോള് ഇവയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒക്കെ കാർബോക്സിലിക് ആസിഡിനാണ് കൂടുതൽ എന്നാണ് പറഞ്ഞത്. ഇനി അതിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ് പറയുന്നത്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഇൻക്രീസ് ദ അസിഡിറ്റി. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഇൻക്രീസ് ദ അസിഡിറ്റി of carboxylic acid by stabilizing the conjugate base through delocalization of the negative charge by inductive or resonance effect. Already ഇപ്പൊ ബെൻസീൻ റിംഗില് കാർബോക്സിലിക് ആസിഡ് വന്നാൽ, അല്ലെ ബെൻസീൻ റിംഗിൽ ബെൻസോയിക് ആസിഡ് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. ഇനി അതിനകത്ത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ എന്ത് ചെയ്യുന്നു? കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് അസിഡിറ്റി കൂട്ടുന്നത് H+ തരുമ്പോഴാണല്ലോ. COOH H+ റിലീസ് ചെയ്യുമ്പോഴാണ് അതിന് നമ്മൾ എന്ത് വിളിക്കണേ? നല്ല ആസിഡ്, അല്ലെ H+ തരുന്നതിന് ആസിഡ് എന്ന് വിളിക്കണേ. ഇപ്പം ഈ റിങ്ങിനകത്ത് അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പിനകത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാർബോക്സിലിക് ആസിഡ് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആയ പ്രോഡക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന് പ്രത്യേകത എവിടെ ഇരിക്കുന്നു? അവിടുന്ന് ഇലക്ട്രോണിനെ വലിക്കും. ഇലക്ട്രോണിനെ വലിക്കുമ്പോൾ H+ പെട്ടെന്ന് കൊടുക്കാൻ സാധിക്കും. അതേസമയം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇലക്ട്രോണിനെ അങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് റിലീസ് ചെയ്യുക, പെട്ടെന്ന് H+ കൊടുക്കുന്ന ആ ടെൻഡൻസി അതിന് കുറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെയാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അസിഡിറ്റി കൂട്ടുന്നു എന്നും ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് അസിഡിറ്റി കുറയ്ക്കുന്നു എന്നും പറയുന്നത്. ഇനി അതിന്റെ കുറച്ച് ഗ്രൂപ്പുകളുടെ കുറച്ച് അസിഡിറ്റിയുടെ ഓർഡർ എഴുതിയിട്ടുണ്ട്. ഫിനൈലിക് ഗ്രൂപ്പ് ലെസ് ദാൻ അയോഡൈഡ്, പിന്നെ ബ്രോമൈഡ്, ക്ലോറൈഡ്, ഫ്ലൂറൈഡ്, സയനൈഡ്, NO2, CF3. CF3 എന്ന് പറഞ്ഞാൽ കാർബണിന് 3 ഫ്ലൂറിന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ എണ്ണം കൂടുന്തോറും എന്ത് കൂടുന്നു? അസിഡിറ്റി കൂടും. Thus the following acids are arranged in order of increasing acidity. കുറച്ച് ആസിഡുകൾ
അസിഡിറ്റിയുടെ ഇൻക്രീസിങ് ഓർഡർ എഴുതിയിട്ടുണ്ട്. CF3COH അതിന്റെ കാരണം 3 ഫ്ലൂറിന് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് കാരണം. ഇനി ഫ്ലൂറിന് അത്രയും ഇലക്ട്രോനെഗറ്റിവിറ്റി ക്ലോറിനില്ല, അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് കൂടുതൽ ഫ്ലൂറിനാണ്, അതുകൊണ്ടാണ് അവന് കൂടുതൽ. പിന്നെ ക്ലോറിന് ഇനി ഇത് എണ്ണം കുറഞ്ഞു ഇതിനേക്കാൾ, അതുകൊണ്ട് പിന്നെ ഇതിന് കുറവ്. ഇനി ഇതിനൊക്കെ എണ്ണം കൂടുതലുള്ള കാരണം അതൊക്കെ വലുതായിട്ടിരുന്നത്. പിന്നെ ഒരെണ്ണം ഉള്ളത് NO2 നൈട്രോ ഗ്രൂപ്പിന് എന്താണ് അസിഡിറ്റി കൂടുതലുണ്ടല്ലോ, വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്, മോർ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. പിന്നീട് സയനൈഡ് വന്നു, പിന്നെ ഒരു ഫ്ലൂറിൻ ഒരു ക്ലോറിനുള്ള കോമ്പൗണ്ട് വന്നു, ബ്രോമിൻ വന്നു. ഇനി ഇത് നോക്കിയാല് CH3HCOH, മറ്റൊരു ഗ്രൂപ്പ് CH3CH2COH, അതുപോലെ അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് ഒക്കെ പിന്നീടാണ് വന്നിരിക്കുന്നത്. കാരണം അസറ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഇത് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് ആണല്ലോ, ഇലക്ട്രോണിനെ റിലീസ് ചെയ്ത് കൊടുക്കുന്ന കാരണം അസിഡിറ്റി കുറയുവാണ് ചെയ്യണം. അങ്ങനെ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് വന്നാൽ അസിഡിറ്റി കുറയുന്നു, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ അസിഡിറ്റി കൂടുന്നു. ഇതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ഇനി അടുത്ത് റിങ്ങിന് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡയറക്റ്റ് അറ്റാച്ച്മെന്റ് ഓഫ് ഗ്രൂപ്പ് സച്ച് ആസ് ഫിനൈൽ ഓർ വിനൈൽ ടു ദി കാർബോക്സിലിക് ആസിഡ് ഇൻക്രീസ് ദ അസിഡിറ്റി ഓഫ് ദ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ്. ഇനി നമ്മൾ കാർബോക്സിലിക് ആസിഡിനോട് ഡയറക്റ്റ് ആയിട്ട് വിനൈൽ ഗ്രൂപ്പോ അതുപോലെ വിനൈൽ ഗ്രൂപ്പുകൾ ഫിനൈൽ ഗ്രൂപ്പോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അസിഡിറ്റി കൂട്ടുന്നു. അതിന്റെ അവിടെ ഒരു റെസനൻസ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ വിനൈലിക് പൊസിഷൻ, അതായത് C ഡബിൾ ബോണ്ടോ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിനോട് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്ത് ആര് നിൽക്കുന്നു, C ഡബിൾ ബോണ്ടഡ് കാർബൺ നിൽക്കുന്നു. അവിടെ റെസനൻസ് കാണിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് അത് അങ്ങോട്ട് മാറി റെസനൻസ് കാണിച്ചിട്ടുണ്ട്. ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദ ഗ്രേറ്റർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ടു വിച്ച് കാർബോക്സിൽ കാർബൺ ഈസ് അറ്റാച്ച്ഡ്. ഇതിന്റെ കാരണം ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇതിന് റെസനൻസ് സ്റ്റെബിലൈസ്ഡ് ആണെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. റെസനൻസ് സ്റ്റെബിലിറ്റി ഉണ്ട്. അതായത് ഇത് കാർബോക്സിലിക് ആസിഡ് ആണ്. ഈ കാർബോക്സിലിക് ആസിഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ എന്താണ്, sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണിന്റെ പ്രത്യേകത തന്നെയാണ്, അതിന് എന്ത് കൂടുതലുണ്ട്, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുണ്ട്. This is because of the greater electronegativity of sp2 hybridized carbon to which carboxyl carbon is attached. The presence of an electron withdrawing group on the phenyl of the aromatic carboxylic acid increase their acidity. അത് മറ്റൊന്നാണ്. അതുപോലെ ഫിനൈലിക് ഗ്രൂപ്പുകൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് കഴിഞ്ഞാലും അസിഡിറ്റിയെ കൂട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പം വിനൈലിക് ഗ്രൂപ്പ് കാർബോക്സിലിക് ഗ്രൂപ്പിനോട് അറ്റാച്ച് ചെയ്താലും എന്ത് കൂടും, അസിഡിറ്റി കൂടും, ബിക്കോസ് ഓഫ് ദ റെസൊണൻസ്. ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. ഇത് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അസിഡിറ്റി കൂട്ടുന്നു, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അസിഡിറ്റിയെ കുറയ്ക്കുന്നു. ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് കുറയ്ക്കുന്നു, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കൂട്ടുന്നു. ഇനി അടുത്തത് റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ക്ലീവേജ് ഓഫ് COH ബോണ്ട്, കാർബൺ OH ബോണ്ട്. അതായത് CH3 ഇപ്പൊ C ഡബിൾ ബോണ്ടോ OH, ഇത് ബ്രേക്ക് ചെയ്തു പോകുന്ന റിയാക്ഷൻ ആണ്. 2 കാർബോക്സിലിക് ആസിഡ് എടുത്തിട്ടുണ്ട്, CH3 C ഡബിൾ ബോണ്ടോ OH പ്ലസ് OH C ഡബിൾ ബോണ്ടോ CH3 രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. P2O5 പോലുള്ള ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകും. കണ്ടോ, കാർബൺ OH ബോണ്ടാണ് ക്ലീവ് ചെയ്തത്, വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോയി. അപ്പോൾ CH3 C ഡബിൾ ബോണ്ടോ CH3 എത്തനോയിക് അൺഹൈഡ്രേറ്റ് ആണിത്. C ഡബിൾ ബോണ്ടോ ഈ ഗ്രൂപ്പാണ് വരുന്നത്, അൺഹൈഡ്രേറ്റ്. ഇനി എസ്ട്രിഫിക്കേഷൻ ആണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. അതും കാർബൺ OH ബോണ്ട് ക്ലീവ് ചെയ്യുന്നു. എസ്ട്രിഫിക്കേഷൻ നമുക്കറിയാം, കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും ചേർന്ന് മിനറൽ ആസിഡിന്റെ പ്രസൻസിൽ വാട്ടർ എലിമിനേഷൻ നടന്നുണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണ് എസ്റ്റർ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ CH3 C ഡബിൾ ബോണ്ടോ OH, അത് CH3 C2H5 എന്ന് കൊടുക്കാം നമുക്ക്, C2H5OH.
എന്ത് പോകുന്നു? ഇവിടുത്തെ OH ഇവിടുത്തെ H കൂടി പോകുന്നു. അപ്പൊ എന്ത് കിട്ടി? CH3 C ഡബിൾ ബോണ്ടോ C2H5. ഇതിന്റെ പേര് ഈതൈൽ എത്തനോയേറ്റ് എന്നാണ്. ഈതൈൽ എത്തനോയേറ്റ്. അതായത് ഈ എത്തനോളിൽ നിന്നാണ് വന്നത്. എത്തനോളും എഥനോയിക് ആസിഡും ചേർന്ന ഉണ്ടായി. അപ്പൊ എത്തനോളിൽ നിന്നും എഥനോയിക് ആസിഡും ചേർന്ന എത്തനോയിക് ആസിഡ് ആണ് അതിന്റെ പേരുണ്ട്. അപ്പൊ അതിന്റെ പേരിലേ നമ്മൾ പറഞ്ഞു നിർത്താവുള്ളൂ. ഇത് എസ്റ്റർ ആയത് കാരണമാണ് OH എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നത്. അപ്പൊ ഏത് ആൽക്കഹോളിൽ നിന്നാണോ അത് ചേർന്നേക്കണേ അതിന്റെ നോമൻക്ലേച്ചർ എസ്റ്റർ ചെയ്യുമ്പോൾ ഏത് ആൽക്കഹോളിൽ നിന്നാണോ ഉണ്ടായിരിക്കുന്ന ആ ആൽക്കഹോളിന്റെ പേര് ആദ്യം പറയുക. ഇത് എത്തനോളിൽ നിന്ന് ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഈതൈൽ എത്തനോയേറ്റ്. എത്തനോയേറ്റ് എന്ന് പറയാൻ കാരണം എഥനോയിക് ആസിഡിൽ നിന്നാണല്ലോ ഉണ്ടായിരിക്കണം. അപ്പൊ ഈതൈൽ എത്തനോയേറ്റ് എന്ന് പറയാം. അപ്പൊ മറ്റൊരു എക്സാമ്പിൾ കാണിച്ചാല് CH3 ഇപ്പൊ നമ്മള് HC ഡബിൾ ബോണ്ടോ OH എടുത്തു എന്ന് വിചാരിക്കൂ. CH3 OH. അവിടെ ഈ OH ഈ H പോയി. സൾഫ്യൂരിക് ആസിഡ് പോലുള്ള മിനറൽ ആസിഡിന്റെ പ്രസൻസിനാണ് നടക്കുന്നത്. അപ്പോ HC ഡബിൾ ബോണ്ടോ CH3 എന്നായി. ഇതിന്റെ പേര് മീതൈൽ മെത്തനോയേറ്റ് എന്ന് പറയും. ഇത് മീതൈൽ, ഇത് മെത്തനോയേറ്റ്, ഒരു കാർബൺ. അപ്പൊ ഇത് എസ്റ്റർ ഫോർമേഷൻ ആണ് പറഞ്ഞത്. കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും ചേർന്നിട്ടുണ്ടാകുന്നതാണ് എസ്റ്ററുകൾ. അടുത്തത് മൂന്നാമത്തെ റിയാക്ഷൻസ് ഇൻവോൾവിംഗ് PCl5 PCl3 SOCl2. ഇത് നമ്മൾ ആൽക്കഹോൾ ഫിനോളിൽ പഠിച്ച പോലെ തന്നെയാണ്. PCl5 PCl3 SOCl2. തയോണിൽ ക്ലോറൈഡ് ആണ് SOCl2. തയോണിൽ ക്ലോറൈഡുമായിട്ടുള്ള റിയാക്ഷൻ ആണ് വളരെ കൂടുതൽ നല്ലത്. കാരണം ഗ്യാസുകളാണ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ കാർബോക്സിലിക് ആസിഡ് എടുത്തു, PCl5 റിയാക്ട് ചെയ്തു, ബോണ്ട് ക്ലീവ് ചെയ്ത് പോണം OH. അതാണ് OR C ഡബിൾ ബോണ്ടോ OH ബോണ്ടാക്ക് COH ബോണ്ടാ ക്ലീവ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടി? RCOCl, ഇവിടുത്തെ Cl ഒരെണ്ണം പോകുന്നുണ്ട്. ബാക്കി POCl3 HCl. PCl5 ആണെങ്കിൽ ബൈ പ്രൊഡക്റ്റ് ശ്രദ്ധിക്കുക, POCl3 HCl ആണ്. ഇനി PCl3 റിയാക്ഷൻ നോക്കൂ. OH പോയിട്ടുണ്ട്, ബാക്കി RCOCl, ഇവിടുത്തെ Cl ഒരെണ്ണം പോയി, ബാക്കി H3PO3. അതിന്റെ ബൈ പ്രോഡക്റ്റ് H3PO3 ആണ്. PCl3 ആണെങ്കിൽ എപ്പോഴും H3PO3 ആണ് ബൈ പ്രോഡക്റ്റ്. PCl5 ആണെങ്കിലാണ് POCl3 HCl വരിക. ഇനി കാർബോക്സിലിക് ആസിഡ് SOCl2 റിയാക്ട് ചെയ്തു, അതും പോകുന്നത് മെയിൻ പ്രൊഡക്റ്റ് ഒന്ന് തന്നെയാണ്. OH പോയി, Cl അവിടെ പോയിരുന്നു. RCOCl SO2 HCl. ഇത് രണ്ടും ഗ്യാസുകളാണ്. ഇതാണ് PCl5 PCl3 SOCl2 റിയാക്ഷൻ. ഇനി അമോണിയമായിട്ടുള്ള റിയാക്ഷൻ ആണ്. കാർബോക്സിലിക് ആസിഡ് എത്തനോയിക് ആസിഡ് അമോണിയമായിട്ട് റിയാക്ട് ചെയ്തു. അമോണിയമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി? CH3CO NH4+. ഇതൊന്നുമില്ല, ഈ അമോണിയ എങ്ങോട്ട് കയറിയതാണ്. CH3CO NH4+. ഇനി ഹീറ്റ് ചെയ്തപ്പോൾ വാട്ടർ പോയി, വാട്ടർ എലിമിനേഷൻ നടന്നപ്പോൾ എന്ത് കിട്ടി? അമൈഡ് കിട്ടി. അപ്പൊ കാർബോക്സിലിക് ആസിഡിനെ അമോണിയമായിട്ട് ചേർന്നിട്ട് വാട്ടർ എലിമിനേഷൻ നടത്തിയ എന്ത് കിട്ടും? അമൈഡുകൾ കിട്ടും. അമൈഡ്. ഓക്കെ, ഇത് നമ്മള് പ്രിപ്പറേഷനിൽ പഠിച്ചത് തന്നെയാണ്, അതിന്റെ തിരിച്ചാന്നേ ഉള്ളൂ. അപ്പൊ എന്താ കാണിച്ചിരിക്കുന്നത്? കാർബോക്സിലിക് ആസിഡിനെ അമോണിയ കൊണ്ട് റിയാക്ട് ചെയ്തപ്പം നമുക്കൊരു അമോണിയം കോംപ്ലക്സ് കിട്ടി. അമോണിയം കോംപ്ലക്സിനെ ഹീറ്റ് ചെയ്തപ്പോൾ വാട്ടർ എലിമിനേഷൻ നടന്നപ്പോൾ എന്തുണ്ടായി? അസറ്റമൈഡ്, അതായത് അമൈഡുകൾ ഉണ്ടായി. ഇനി അതുപോലെ തന്നെ ബെൻസോയിക് ആസിഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ RCONH4+ ഹീറ്റ് ചെയ്തപ്പോൾ വാട്ടർ എലിമിനേഷൻ നടന്നപ്പോൾ അമൈഡായി. അപ്പൊ കാർബോക്സിലിക് ആസിഡിനെ അമോണിയ ചേർത്ത് അമോണിയം സോൾട്ട് കിട്ടും. അമോണിയം സോൾട്ടിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ എലിമിനേഷൻ നടക്കുന്നു. വാട്ടർ എലിമിനേഷൻ നടന്നാൽ നമുക്ക് അമൈഡുകളെ കിട്ടും. ഇനി റിയാക്ഷൻസ് ഇൻവോൾവിംഗ് COOH ഗ്രൂപ്പാണ്. COOH ഗ്രൂപ്പിന്റെ റിയാക്ഷൻസ് റിഡക്ഷൻ ആണ് ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത്. റിഡക്ഷൻ നമ്മള് പ്രിപ്പറേഷനിൽ പറഞ്ഞതാണ്. പ്രൈമറി ആൽക്കഹോളിനെ എടുത്ത് ഡയറക്റ്റ് ഓക്സിഡേഷൻ നടത്തുവാണ്. ആൽക്കലൈൻ KMnO4 വെച്ച് ഓക്സിഡൈസ് ചെയ്തിട്ട് H3O+ ഉപയോഗിച്ചാൽ എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ് കിട്ടും. അതായത് ഡയറക്റ്റ് ആൽക്കഹോളിനെ കാർബോക്സിലിക് ആസിഡ് ആക്കുവാണ്. ഇവിടെ കാർബോക്സിലിക് ആസിഡിനെ റിഡക്ഷൻ നടത്തിയിട്ട്
പ്രൈമറി ആൽക്കഹോൾ ആക്കുക. അതിന് വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ആയ ഓക്സിഡൈസിങ് റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിക്കണം. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡോ ബാർ ഈതർ അല്ലെങ്കിൽ ഡൈബൊറൈൻ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. അങ്ങനെ കാർബോക്സിലിക് ആസിഡിനെ ഡയറക്റ്റ് എന്താക്കി മാറ്റി? ആൽക്കഹോൾ ആക്കി മാറ്റി. ഇനി അടുത്ത ഡീകാർബോക്സിലേഷൻ ആണ്. നമ്മൾ 11th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്. ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ടോപ്പിക്കില് ഹൈഡ്രോ കാർബണുകളെ പ്രിപ്പയർ ചെയ്യാൻ റിയാക്ഷനിൽ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ സോഡ ലൈം കൊണ്ട് റിയാക്ട് ചെയ്താൽ, അതാണ് ആ റിയാക്ഷൻ. അങ്ങനെ നമ്മൾ പഠിച്ചത്. സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഓൺ ഡീകാർബോക്സിലേഷൻ, സോഡ ലൈം കൊണ്ട് ഡീകാർബോക്സിലേഷൻ നടത്തുന്നു സോഡ ലൈം ഉപയോഗിച്ച്. സോഡ ലൈം എന്ന് പറഞ്ഞാൽ മിക്സ്ചർ ഓഫ് NaOH ആൻഡ് കാൽസ്യം ഓക്സൈഡ്. അതിന്റെ റിയാക്ഷൻ ഇങ്ങനെയാണ് വരിക. സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ ഡീകാർബോക്സിലേഷൻ നടത്തി. അപ്പൊ ഞാനൊരു സോഡിയം സോൾട്ട് എടുത്തു, CH3COON. സോഡിയം സോൾട്ട് എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡിലെ ഹൈഡ്രജനെ നീക്കിയിട്ട് സോഡിയം കൊടുക്കുന്നത്. അതിനെ മിക്സ്ചർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാൽസ്യം ഓക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡും കാൽസ്യം ഓക്സൈഡും റിയാക്ട് ചെയ്യിപ്പിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സോഡിയം കാർബണേറ്റ് എലിമിനേറ്റ് ചെയ്ത് പോകും. Na2CO3 എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് ഈ H ഇവിടെ ഇരിക്കും. അപ്പൊ എന്തായി? CH4 പ്ലസ് Na2CO3 എന്ന് കിട്ടും. CH4 പ്ലസ്. ഇനി എന്ത് വലിയ കാർബൺ ചെയിൻ നമ്മൾ എടുത്താലും അതിന് ഒന്ന് കുറവുള്ളതേ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. കാരണം ഒരു കാർബൺ സോഡിയം കാർബണേറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകും. ഇനി മറ്റൊരു എക്സാമ്പിൾ കാണിച്ചാൽ, കുറച്ചും കൂടെ വലിയ ഒരു സോഡിയം സോൾട്ടിനെ എടുത്ത് കാണിച്ചാല് CH3 CH2 COON. ഇതിനെ നമുക്ക് അങ്ങനെ ചെയ്യാം. NaOH ഇൻ പ്രസൻസ് ഓഫ് കാൽസ്യം ഓക്സൈഡ്. അപ്പൊ എന്ത് കിട്ടി? ഇതുപോലെ തന്നെ Na2CO3 എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് H ഇവിടെ ആയിരിക്കും. അപ്പൊ എന്തായി? CH3 CH2 CH3 പ്രൊപ്പൈൻ ആയി. ഇപ്പൊ ഞാൻ എടുത്തിരുന്നത് 4 കാർബൺ ഉള്ള കാർബൺ ചെയിൻ ആയിരുന്നു. പക്ഷെ ഫൈനലി എന്തായിട്ട് മാറിയത്? 3 കാർബൺ ഉള്ള ആൽക്കെയിൻ ആയിട്ട് മാറി. അപ്പൊ ആൽക്കെയിന് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം കാർബൺ ഒന്ന് പോയിട്ടുണ്ട്. അപ്പൊ 10 കാർബൺ ഉള്ള സോഡിയം സോൾട്ട് എടുത്താൽ ഫൈനലി ഇറ്റ് വിൽ ലീഡ്സ് ടു 9 കാർബൺ. അപ്പം അങ്ങനെ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ ഡീകാർബോക്സിലേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആൽക്കെയിനുകളെ കിട്ടുന്നുണ്ട്. അത് മറ്റൊരു റിയാക്ഷൻ ആണ്. ഇനി ഇതിനോട് തന്നെ ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു റിയാക്ഷൻ ആണ് കോൾബ്സ് റിയാക്ഷൻ. അത് നമ്മൾ 11th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് കോൾബ്സ് ഇലക്ട്രോളിസിസ്. കോൾബ്സ് ഇലക്ട്രോളിസിസിൽ അത് തന്നെ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ എടുത്തിട്ട് ഇലക്ട്രോളിസിസ് നടത്തുവാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള ആൽക്കെയിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഡീകാർബോക്സിലേഷൻ പോലെ തന്നെ ആൽക്കെയിനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഡീകാർബോക്സിലേഷൻ നമ്മൾ നടത്തിയപ്പോൾ പറഞ്ഞത് എത്ര വലിയ കാർബൺ ചെയിൻ എടുത്തിട്ടുണ്ട് അതിനേക്കാളും ഒന്ന് കുറവുള്ളതാണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു. അതേസമയം കോൾബ്സ് ഇലക്ട്രോളിസിൽ അങ്ങനെയല്ല. കോൾബ്സ് ഇലക്ട്രോളിസിസിൽ പറയുന്നത് നമ്മൾ എത്ര എടുത്താലും അത് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് കാർബൺ. ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള ആൽക്കെയിനെ പ്രിപ്പയർ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ളത് കിട്ടൂല, ഈവൻ മാത്രമേ കിട്ടുള്ളൂ. കാരണം അതിന്റെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ്. ആൽക്കെയിൻ നമുക്ക് എന്താണ് ആനോഡിലാണ് നമുക്ക് ആൽക്കെയിനെ കിട്ടുന്നത്. അപ്പൊ 2 മോളിക്യൂൾ ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുത്തിട്ട് എലിമിനേറ്റ് ചെയ്തു. രണ്ട് മോളിക്യൂൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ CH3 ഒരു എക്സാമ്പിൾ കാണിച്ചാല് CH3COON ഇത് 2 എണ്ണം വരും. CH3COON അപ്പൊ 4 എണ്ണം ടോട്ടൽ ഉണ്ട്. 2 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടോട്ടൽ 4 എണ്ണം 2 എണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി 2 കാർബൺ ഉള്ള ആൽക്കെയിനും ഉള്ളൂ. CH3 എന്ന് വരും. അതാണ് ഈവൻ നമ്പർ ഓഫ് കിട്ടുള്ളൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റു എക്സാമ്പിള് ഇപ്പൊ ഞാനൊരു CH3 CH2 CON എടുത്തു എന്ന് വിചാരിക്കും. അതുപോലെ തന്നെ മറ്റൊരു CH3 CH2 CON 2 മോളിക്യൂളാണ് എപ്പോഴും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. 2 മോളിക്യൂൾ എടുത്തു, പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ എന്ത് കിട്ടി? ഇതുപോലെ 2 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പൊ ടോട്ടൽ 6 കാർബൺ ഉണ്ട്. 2 എണ്ണം പോയി കഴിഞ്ഞാൽ ഫൈനലി 4 ഉള്ളൂ.
ടോട്ടൽ 6 ഉണ്ട്, ഇവിടെ 3 ഇവിടെ 3 അങ്ങനെ 6 ഉണ്ട്. 2 എണ്ണം പോയാൽ 4 കാർബണുള്ള ആൽക്കെയിൻ കിട്ടും. CH2 ബ്യൂട്ടൈൻ ആണ് കിട്ടുന്നത്. ബ്യൂട്ടൈൻ. അപ്പോൾ നമ്മൾ 2 കാർബൺ 2 കോമ്പൗണ്ട് എടുക്കുന്നു എന്ന് നമുക്ക് ക്വസ്റ്റ്യനിലൊന്നും ഉണ്ടാവില്ല. അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. 3 കാർബൺ ഉള്ള സോഡിയം പ്രൊപ്പനോയേറ്റ് ആണിത്. സോഡിയം പ്രൊപ്പനോയേറ്റിനെ ഡീകാർബോക്സിലേഷൻ നടത്തിയ ബ്യൂട്ടൈൻ കിട്ടും. സോഡിയം പ്രൊപ്പനോയേറ്റിനെ കോൾപ്സ് ഇലക്ട്രോളിസിസ് നടത്തിയാൽ, ഡീകാർബോക്സിലേഷൻ അല്ല, സോഡിയം പ്രൊപ്പനോയേറ്റിനെ കോൾപ്സ് ഇലക്ട്രോളിസിസ് നടത്തിയാൽ എന്ത് കിട്ടും? നമുക്ക് ബ്യൂട്ടൈൻ കിട്ടും. കാരണം ഡബിൾ നമ്പർ ഓഫ് കാർബൺ എടുക്കുക, 2 കാർബൺ റിമൂവ് ചെയ്ത് കളയാം. ഇനി അടുത്തത് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഹൈഡ്രോ കാർബൺ പാർട്ടില് സബ്സ്റ്റിറ്റ്യൂഷൻ. ഹൈഡ്രോ കാർബൺ പാർട്ട് എന്ന് പറയുമ്പോൾ കാർബോക്സിലിക് ഗ്രൂപ്പ് അവിടെ തന്നെ ഉണ്ടാവും, COH. അതിനോട് അറ്റാച്ച് ചെയ്ത കാർബണിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരിക. ഹാലജനേഷൻ ആണ്. ഹെൽ-വോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ അല്ലെങ്കിൽ HVZ റിയാക്ഷൻ എന്ന് ഇതിനെ വിളിക്കും. HVZ. അവിടെ എടുത്തിരിക്കുന്ന റിയേജൻ നോക്കൂ. X2 ബാർ റെഡ് ഫോസ്ഫറസ്. ഇത് ക്ലോറിനോ ബ്രോമിനോ വരാം. അത് ഹാലജൻ ആണെന്ന് അറിയാം. ക്ലോറിനോ ബ്രോമിനോ വരാം. ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. റിമൂവ് ചെയ്തു പോകുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ഹാലോജനും ഇവിടുത്തെ ഒരു ഹൈഡ്രജനും പോയിട്ട് ബാക്കി X ഇവിടെ വന്നിരിക്കും. അതായത് ഹാലോജൻ ഇവിടെ വന്നിരിക്കും. ഫോർ എക്സാമ്പിൾ CH3 CH2 COOH. അതിനെ നമ്മൾ ഈ റിയാക്ഷൻ ചെയ്തെന്ന് വിചാരിക്കുക. ഹാലജൻ ഇട്ട് ഇപ്പൊ ക്ലോറിൻ ആണെങ്കിൽ ക്ലോറിൻ ബാർ റെഡ് ഫോസ്ഫറസ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ആണെങ്കിൽ എന്താണ്? ഇവിടുത്തെ ഒരു ക്ലോറിൻ വന്ന് ഈ ഹൈഡ്രജനെ കൊണ്ടുപോയിട്ട് ക്ലോറിൻ അവിടെ ഇരിക്കും. അപ്പൊ CH3 CHCl COH. ഇത് ആൽഫ പൊസിഷനിൽ ഹാലജൻ ഉള്ള, അതാണ് ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. HVZ റിയാക്ഷൻ ആണ്. ഇനി റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പറയണത്. റിംഗ് സബ്സ്റ്റിറ്റ്യൂഷനിൽ കാർബോക്സിലിക് ഗ്രൂപ്പിന്റെ പ്രത്യേകത അതിന് ഓർത്തോ പാരാ ഓറിയന്റിങ് അല്ല, അതൊരു മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. കാർബോക്സിലിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണല്ലോ, ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്ത് റിംഗിൽ നിന്ന്. അതാണ് റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ. COH ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ദ റിംഗ് ഈസ് എ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആൻഡ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. ഡു നോട്ട് ഹവർ അണ്ടർഗോ ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ. ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ ഒന്നും അത് കാരണം ചെയ്യില്ല. ഒരു റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട്, നൈട്രേഷനും ബ്രോമിനേഷനും കാണിച്ചിട്ടുണ്ട്. കാർബോക്സിലിക് ഗ്രൂപ്പിനെ നൈട്രേഷൻ നടത്തി, അപ്പോ NO2 ഗ്രൂപ്പ് വിൽ മൂവ് ടു മെറ്റാ പൊസിഷൻ, മെറ്റാ നൈട്രോ ബെൻസോയിക് ആസിഡ്. അതുപോലെ തന്നെ Br2 FeBr3 ബ്രോമിനേഷൻ നടത്തിയപ്പോൾ മെറ്റാ പൊസിഷനിൽ ബ്രോമിൻ പോയി. നമ്മൾ ക്ലോറിനേഷൻ നടത്തുകയും മെറ്റാ പൊസിഷനിൽ ക്ലോറിൻ വരും. അപ്പൊ ഇത് റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. കാർബോക്സിലിക് ഗ്രൂപ്പ് ഒരു മെറ്റാ ഡയറക്റ്റിംഗ് ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് എ ഡീആക്ടിവേറ്റിംഗ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. അപ്പൊ അത് റിംഗ് സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അടുത്തത് പറയുന്നത് അതിന്റെ യൂസുകളാണ്. യൂസോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റഡ് ആവുകയാണ്. വാട്ട് ആർ ദ യൂസസ് ഓഫ് കാർബോക്സിൽ? മെത്തനോയിക് ആസിഡ് റബ്ബർ, ടെക്സ്റ്റൈൽ, ഡൈയിങ്, ലെതർ ആൻഡ് ഇലക്ട്രോപ്ലേറ്റിംഗ് ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കുന്നു. എത്തനോയിക് ആസിഡ് സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, വിനെഗറിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഹെക്സനോയിക് ആസിഡ് മാനുഫാക്ചർ ഓഫ് നൈലോൺ 66 ഒരു പോളിമർ ആണ്, അതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എസ്റ്റേഴ്സ് പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. എസ്റ്റേഴ്സ് ഓഫ് ബെൻസോയിക് ആസിഡ്, വളരെ ഫ്രൂട്ടി സ്മെല്ലുള്ള സബ്സ്റ്റൻസ് ആണ് എസ്റ്റേഴ്സ്. ഇനി സോഡിയം ബെൻസോയേറ്റ് ഫുഡ് പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഹയർ ഫാറ്റി ആസിഡ്സ് ആർ യൂസ്ഡ് ഫോർ മാനുഫാക്ചർ ഓഫ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. സോപ്പ്, ഡിറ്റർജന്റ് പോലുള്ള സബ്സ്റ്റൻസുകളെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കാർബോക്സിലിക് ആസിഡിന്റെ പ്രിപ്പറേഷനും അതിന്റെ പ്രോപ്പർട്ടീസും റിയാക്ഷൻസും യൂസുകളുമാണ് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സോടുകൂടി ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററുമായി കണ്ടുമുട്ടാം. താങ്ക് യു.